നമസ്കാരം. ലാൽസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ INC-യുടെ ചരിത്രവും INC-യിലെ ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങളും PSC ചോദിക്കുന്നതാണ് നമ്മളെ പഠിച്ചു പോയത്. അപ്പൊ ഇന്ന് തുടങ്ങി നമ്മൾ പഠിക്കാൻ പോകുന്നത് 20-ാം നൂറ്റാണ്ടില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തു പറയുന്നത് ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനത്തെ കുറിച്ചാണ്. അപ്പോ ഈ ടൈമിൽ ബംഗാൾ വിഭജനം നടക്കാനുള്ള ടൈമിൽ എന്ന് പറയുന്നത് നമ്മുടെ കേഴ്സൺ പ്രഭു ആണ് വൈസ്രോയി. അപ്പോൾ ഈ കേഴ്സൺ പ്രഭു വൈസ്രോയി ആയതോടെ ഇന്ത്യയിലെ സ്ഥിതിഗതികൾ ആകെ വഷളാക്കാൻ തുടങ്ങി. അപ്പൊ എന്താണ് കേഴ്സൺ പ്രഭുവിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വെറുപ്പുളവാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബംഗാൾ വിഭജനമാണ്. കാരണം എന്താ, അന്ന് ഈ ബംഗാൾ വലിയൊരു സംസ്ഥാനമായി കഴിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ ജനസംഖ്യ എന്ന് പറയുന്നത്, അന്നത്തെ ബംഗാളിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 7.8 കോടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബംഗാളിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളൊക്കെ നന്നായിട്ട് വികസിച്ചിരുന്നു. പക്ഷെ കിഴക്കൻ ഭാഗങ്ങളൊന്നൊക്കെ അങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഇവിടെ പരിമിതമായിരുന്നു എന്നൊക്കെയാണ് ഒരു ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ ബംഗാൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല എന്താ പറയുക, നന്നായി വികസിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശ്, ബീഹാർ, ഒറീസ ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് അന്നത്തെ ബംഗാള്. ഇവര് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു കേന്ദ്രത്തിൽ നിന്ന് ഭരിക്കാനാവാനത്ര വിപുലമാണ് ബംഗാൾ എന്നതായിരുന്നു ബംഗാൾ വിഭജനത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞ ഒരു ന്യായം. പക്ഷെ അവരത് വിഭജിക്കുക തന്നെ ചെയ്തു. എങ്ങനെ, 1905 ജൂലൈ 20 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് കേഴ്സൺ പ്രഭു ഉത്തരവിറക്കി. അങ്ങനെ കൽക്കട്ടയും പടിഞ്ഞാറൻ ബംഗാളിലെ 11 ജില്ലകളും ഡാർജിലിംഗ് ജില്ലയും ബീഹാറും ഒറീസയും ചേർന്നതായിരുന്നു ബംഗാളിന്റെ ഒരു ഭാഗം. അപ്പൊ ഈ ഭാഗത്ത് ഭൂരിഭാഗം ജനങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളായിരുന്നു. അതുപോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാളും ആസാമും ചേർന്നതായിരുന്നു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്, കിഴക്കൻ ബംഗാളിന്റെ തലസ്ഥാനം എന്നൊക്കെ പറയുന്നത് ധാക്കയാണ്. ധാക്ക 1905 ജൂലൈ 20 ഒരു വിഭജനം, ബംഗാളിനെ രണ്ടായി വിഭജിച്ചു എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. പക്ഷെ ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1905 ഒക്ടോബർ 16 ഓർത്തിരിക്കാം. അപ്പോൾ എന്താണ്, വികസന ഭരണ സൗകര്യമില്ലാത്തതിനാൽ, അതായത് വികസന ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് വിഭജനം നടത്തിയത് എന്നാണ് ശരിക്കും നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വാദമെങ്കിലും അതല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുക എന്നതായിരുന്നു ഇവരുടെ ഈ വിഭജനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ബംഗാളിൽ വളർന്നു വരുന്ന ദേശീയതയും അതുപോലെ INC-യുടെ സ്വാധീനമൊക്കെ ക്ഷയിപ്പിക്കുക എന്നതും അവരുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. പക്ഷെ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ കേഴ്സന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. കാരണം ബംഗാൾ ജനതയുടെ വികാരത്തെ അത് മുറിപ്പെടുത്തി. അവർ ശക്തമായിട്ട് തന്നെ വിഭജനത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി, ചെറുക്കാൻ തുടങ്ങി. അപ്പോ എന്ത് സംഭവിച്ചു, ഈ വിഭജനം നിലവിൽ വന്ന ആ ദിവസം തന്നെ അവര് വിലാപ ദിനമായിട്ട്, ദുഃഖാചരണ ദിനമായിട്ടൊക്കെ അവർ ആചരിച്ചു. പിന്നെ അന്നാണ് ഈ കൈകളിലൊക്കെ രാഗി കെട്ടിക്കൊണ്ട് ബംഗാളികൾ അവരുടെ ഐക്യദാർഢ്യമൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ ബംഗാളിലെ വ്യത്യസ്ത സ്ഥലങ്ങളില് 2000-ഓളം പ്രതിഷേധ യോഗങ്ങളൊക്കെ ഈ ദിവസം അരങ്ങേറി. ജനങ്ങള് തെരുവിലിറങ്ങി വന്ദേ മാതരം പാടി ആഹ്ലാദ നൃത്തമൊക്കെ ചവിട്ടി. അതുപോലെ തന്നെ ഗംഗയിൽ മുങ്ങിക്കയറി ജനങ്ങൾ അന്യോന്യം സാഹോദര്യ പ്രതിജ്ഞയെടുത്തു. പിന്നെ പ്രതിഷേധ പ്രകടനങ്ങള്, യോഗങ്ങള്, ഇതൊക്കെ ബംഗാളികൾ വിഭജനത്തിനെതിരെ ശബ്ദമുയർത്തി. അപ്പോ ഈ വിഭജനത്തിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച പത്രങ്ങളാണ് നമ്മുടെ അമൃത് ബസാർ പത്രിക, സഞ്ജീവനി, ഹിതവാദി, വസുമതി. ഈ പത്രങ്ങളൊക്കെ വിമർശനത്തിന് ശക്തിയായിട്ട് പ്രതിഷേധിച്ചു എന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർവ്വശക്തിയും എടുത്ത് എന്തിനെതിരെ പോരാടുകയും ചെയ്തു, വിഭജനത്തിനെതിരെ പോരാടുകയും ചെയ്തു. അപ്പോൾ വിഭജനം ഒരു എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു വിഭജന വിരുദ്ധ പ്രക്ഷോഭം തന്നെ രൂപം കൊണ്ടു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന മെയിൻ ടോപ്പിക്കാണ് സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, സ്വദേശി പ്രസ്ഥാനം. അതുപോലെ തന്നെ എന്താ പറയാ, ഏറ്റവും ശക്തവും ജനസമ്മതി ആർജിച്ചുമായ സമരം എന്ന് തന്നെ നമ്മൾക്ക് പറയാം സ്വദേശി ബഹിഷ്കരണ സമരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബംഗാളിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ ഈ സമരം ജനങ്ങൾ ഏറ്റെടുക്കുന്നു. വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുന്നു, കത്തിച്ചു കളയുന്നു. സ്വദേശി വസ്തുക്കൾ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറി. അതുപോലെ തന്നെ എന്താണ്, ഈ എന്താ പറയോ, ഈ അലക്കുകാരൊക്കെ വിദേശ വസ്ത്രങ്ങളൊക്കെ അലക്കാനൊക്കെ വിസമ്മതിച്ചു.
ഈ പുരോഹിതന്മാർ വിദേശത്ത് നിന്ന് വരുന്ന പഞ്ചസാര ചേർത്ത പൂജാദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ കുറെ പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നു എന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമ്മൾക്ക് പഠിക്കേണ്ടത്, ഇതൊരു ചരിത്രം പറഞ്ഞു തന്നതാണ് ഞാൻ, എന്താണ് സംഭവം എന്ന് അറിയണല്ലോ. അപ്പോ എന്താണ് നമ്മൾക്കുള്ള ക്വസ്റ്റ്യൻസ്, ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനമായിട്ട് നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾക്ക് ചോദിക്കാം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗാളാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ ബംഗാൾ വിഭജിച്ചത് എന്നാണെന്നും നിലവിൽ വന്നത് എന്നാണെന്നും രണ്ട് ചോദ്യങ്ങളാണ്. ബംഗാള് വിഭജിച്ച വർഷമാണ് 1905 ജൂലൈ 20 കേഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ഓർത്തിരിക്കുക, നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ഈ ബംഗാൾ വിഭജനം നടക്കുമ്പോൾ, അതായത് 1905 ജൂലൈ 20 കേഴ്സൺ പ്രഭു ആണ് അതിനെ വിഭജിച്ചെന്ന് പറഞ്ഞു. അപ്പൊ വൈസ്രോയ് എന്ന് പറയുന്നത് കേഴ്സൺ പ്രഭു ആണ്. പക്ഷെ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയ് മാറി. വൈസ്രോയി ആയിരുന്നത് മിന്റോ രണ്ടാമനാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, INC പഠിച്ചില്ലേ, ഈ ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു നമ്മൾ പഠിച്ചില്ലേ? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു നമ്മുടെ ആ സമയത്തെ INC പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കാം. പിന്നെ ഈ ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട കുറെ വിശേഷണങ്ങൾ, അല്ലെങ്കിൽ ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഇങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞതാര് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഗോപാലകൃഷ്ണ ഗോഖലെ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്: ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് ഓർത്തിരിക്കാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല. അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെ ഇങ്ങനെ മുഴക്കിയ വാക്യം, അല്ലെങ്കിൽ ഇങ്ങനെ മുഴങ്ങിയ വാക്യം ആരുടേതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ എന്ന് ഓർത്തിരിക്കാം. ടാഗോറിന്റെ തന്നെ വേറൊരു അഭിപ്രായം കൂടിയുണ്ട്: പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാലും അതും രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഓർത്തിരിക്കാം. ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം. ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അതുപോലെ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് റിസ്ലെയാണ്. വർഷം 1904 അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോ ബംഗാൾ വിഭജനത്തിന്റെ ഫലമായി രൂപം കൊണ്ട പുതിയ പ്രവിശ്യകൾ ഏതൊക്കെയാണ് പറഞ്ഞു? ബംഗാളെന്നും കിഴക്കൻ ബംഗാള്. ഓക്കെ, കിഴക്കൻ ബംഗാളിന്റെ തലസ്ഥാനം ധാക്കയായിരുന്നു. അതുപോലെ പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ ഉൾപ്പെടുന്ന ബംഗാളിന്റെ തലസ്ഥാനം കൽക്കട്ടയാണെന്ന് ഓർത്തിരിക്കാം. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായിട്ട് എന്നാണ് ആചരിച്ചതെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ 16. ഇപ്പൊ ബംഗാളിലെ ഐക്യം നിലനിർത്തുന്നതിനായിട്ട് ഒക്ടോബർ 16 രാഖി ബന്ധൻ അല്ലെങ്കിൽ രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഓർത്തിരിക്കാം. ഈ ബംഗാൾ വിഭജന കാലത്താണ് ടാഗോർ അമർ സോന ബംഗ്ല ആ കവിത രചിച്ചത്. നിലവിൽ നമ്മുടെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് അമർ സോന ബംഗ്ല എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ പതിച്ച ബോംബ് ഷെയിൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും സുരേന്ദ്രനാഥ ബാനർജി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ചോദിക്കും ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം എന്നാണ് ചോദിക്കും. 1911 നിങ്ങൾക്കറിയാലോ. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കുന്ന സമയത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ച് പ്രഭു ആണ്. ഓക്കെ, ഹാർഡിഞ്ച് പ്രഭു ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി എന്ന് ഓർത്തിരിക്കാം. ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ BN ദർ ആണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് BN ദർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സ്വദേശി പ്രസ്ഥാനമാണ്. പക്ഷെ ബംഗാൾ വിഭജനം പറയാതെ നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗത്തൊന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ആ പാഠത്തിലൊരു പോർഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോ നമ്മൾക്ക് എന്താ പറയാ ഈ പ്രസ്താവന മോഡലിലൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ഓൾറെഡി നമ്മുടെ ദാദാഭായ് നവറോജി ഒക്കെ കണ്ടുപിടിച്ചായിരുന്നല്ലോ. അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചൂഷണം എന്ന് പറയുന്നത്
ഇതിലൂടെ അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തമൊക്കെ രൂപപ്പെടുത്തിയില്ലേ? ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ അസംസ്കൃത വസ്തുക്കളൊക്കെ കയറ്റുമതി നടത്തി. അതുപോലെ തന്നെ നമ്മളുടെ എങ്ങനെയാണ് ചോരുന്നത്? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളം, പെൻഷൻ, അതുപോലെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റൊഴുക്കി വഴി അവർക്ക് ലഭിക്കുന്ന ലാഭം, അതുപോലെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന നികുതി. അപ്പൊ ഈ വഴിയൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ചോർത്തിയെടുക്കുന്നതൊക്കെ കണ്ടെത്തിയത് ദാദാഭായ് നവറോജി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം പ്രതിപാദിച്ചു. ആ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നൊക്കെ പുസ്തകം നമ്മൾ പഠിച്ചു. അതുപോലെ ഇന്ത്യൻ സമ്പത്ത് എങ്ങനെ ബ്രിട്ടനിലേക്ക് ചോരുന്നു എന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ആ പുസ്തകത്തിൽ ദാദാഭായ് നവറോജി പറയുന്നത്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ എന്ത് സംഭവിച്ചു? ബംഗാൾ വിഭജനത്തിനെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനവും ബംഗാൾ വിഭജനവും സെയിം വർഷം തന്നെയാണ് ചോദിച്ചാലും 1905 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1905 ഓഗസ്റ്റ് 7-നാണ് കൽക്കട്ട ടൗൺ ഹാളിൽ ചേർന്ന ഒരു യോഗത്തിൽ വെച്ചിട്ടാണ് ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് എന്താന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ പറഞ്ഞു എന്താണ് ഇവരുടെ സമര രീതി എന്ന് പറഞ്ഞു. സമരരീതിയുടെ ഭാഗമാണ് സ്വദേശി പ്രസ്ഥാനം എന്താണെന്ന് പറഞ്ഞു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ ഒരു പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗമാണ്. ഓക്കെ, അപ്പൊ വിദേശ വസ്തുക്കളൊക്കെ ശേഖരിച്ച് അവരെന്ത് ചെയ്യും? പരസ്യമായി കത്തിക്കുക എന്നത് ഈ സമരത്തിന്റെ ഒരു പ്രധാന രീതിയാണെന്ന് ഓർത്തിരിക്കുക. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ ഇതൊക്കെ ബംഗാളിൽ ആരംഭിച്ചു. അതുപോലെ തന്നെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്കൊക്കെ തുടക്കമിട്ടത് ഈ സ്വദേശി സമരകാലത്താണെന്ന് കൂടി ഓർത്തിരിക്കുക. അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന സംരംഭങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ തോതിൽ കുറവുണ്ടായി. മാത്രമല്ല സ്ത്രീകളും തൊഴിലാളികളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ, വിദ്യാർത്ഥികളൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോ ഈ സമരത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നതും ഈ സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളൊക്കെ അവരുടെ പങ്കാളിത്തമാണ് ഈ സമരത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ വിദേശ വസ്തുക്കളൊക്കെ അലക്കില്ല എന്നൊക്കെ അവര് ദൃഢ നിശ്ചയം ചെയ്തു. അതുപോലെ തന്നെ സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊക്കെ സമരത്തിന്റെ ഭാഗമായി. പിന്നെ സ്വദേശി പ്രസ്ഥാനത്തോടെ തന്നെ ഇന്ത്യയിൽ കൂടുതൽ ദേശീയത കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. അപ്പോ ഈ ആദ്യകാല നേതാക്കന്മാരിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായും ബിപിൻ ചന്ദ്രപാൽ എന്നിവരൊക്കെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ഊന്നി പറഞ്ഞു. അപ്പൊ അവരെയാണ് നമ്മൾ ലാൽ ബാൽ പാൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോ അവരുടെ അഭിപ്രായം എന്താണ് പറഞ്ഞത്? മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണം എന്നാണ്. അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിക്കാറുണ്ട്. അത് ബാലഗംഗാധര തിലകനാണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചു. അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായിട്ട് പരിണമിച്ചത് എന്നൊക്കെയാണ് നമ്മളുടെ ടെക്സ്റ്റിൽ പറയുന്ന പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾക്കിവിടെ PSC ആയിട്ട് ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം എന്നാണ് ഉയർന്നു വന്നതെന്ന് ചോദിച്ചാൽ 1905 ഓഗസ്റ്റ് 7-ന് വന്ദേ മാതരം പ്രസ്ഥാനം എന്നും കൂടി അറിയപ്പെടുന്നു. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം എന്നൊക്കെ അറിയപ്പെടുന്നത് ചർക്കയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗാനം എന്നറിയപ്പെടുന്നത് വന്ദേ മാതരമാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ ഇതൊക്കെയാണ് പ്രധാന പത്രങ്ങൾ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളാണ് വന്ദേ മാതരം, അതുപോലെ അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ ഒക്കെ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങളൊക്കെ ഇന്ത്യയിലെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തിയ ആദ്യകാല നേതാക്കന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയും
ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്ര ദത്ത് അല്ലെങ്കിൽ RC ദത്ത് എന്നിവരൊക്കെയാണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയാനായിട്ട് ഈ നേതാക്കൾ മുന്നോട്ട് വെച്ച ആശയം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സ്വദേശിവൽക്കരണം എന്ന് ഓർത്തിരിക്കാം. അതുപോലെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം മുഴക്കിയത് ആരാന്ന് ചോദിച്ചാൽ കൃഷ്ണകുമാർ മിത്രയാണ്. കൃഷ്ണകുമാർ മിത്ര. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരിണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണെന്ന് ഓർത്തിരിക്കാം. ഇന്ത്യൻ ചിത്രകലാരംഗത്തൊക്കെ സ്വദേശിവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിനായിട്ട് അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് ബംഗാളിൽ സ്ഥാപിക്കപ്പെട്ട നാഷണൽ കോളേജ് ഉണ്ട്. ഇപ്പൊ ചോദിക്കാറുണ്ട് ഈ നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പൾ ആരാന്ന് ചോദിക്കാറുണ്ട്. ആ നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പൾ ആണ് അരബിന്ദോ ഘോഷ്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യപദ്ധതി ഈ കാലത്ത് നിലവിൽ വന്നു. ആ പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് സതീഷ് ചന്ദ്ര മുഖർജിയാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? സതീഷ് ചന്ദ്ര മുഖർജിയാണെന്ന് ഓർത്തിരിക്കാം. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഒരു ഔഷധ കമ്പനി ആരംഭിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. അത് പ്രഫുല്ല ചന്ദ്ര റേ. ഞാൻ പറഞ്ഞില്ലേ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മളുടെ ബംഗാളിൽ നിലവിൽ വന്നു. അപ്പോ ഇതൊക്കെ നമ്മൾക്ക് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ സ്വദേശി മിത്രൻ എന്ന പത്രം സ്ഥാപിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. സ്വദേശി മിത്രൻ എന്ന പത്രം ആരംഭിച്ചത് G സുബ്രഹ്മണ്യ അയ്യരാണ്. അതുപോലെ സ്വദേശി പ്രസ്ഥാനകാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വദേശി ബാന്ധവ് സമിതി. ഓക്കെ, സ്വദേശി ബാന്ധവ് സമിതി എന്നാണ്. അപ്പൊ സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിക്കാറുണ്ട്. അശ്വിനി കുമാർ ദത്ത്. ഓക്കെ, അശ്വിനി കുമാർ ദത്താണ് സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഈ സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിക്കപ്പെട്ടത് ബരിസാളിലാണ്, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശില് ബരിസാളിൽ. പിന്നെ നമ്മൾക്ക് പറയുന്നത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥമാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് നമ്മൾ ഓഗസ്റ്റ് 7 എന്ന് പറയുന്ന ദിവസം ആചരിക്കുന്നത്. അപ്പൊ ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 അത് എന്ന് മുതലാണ് ആരംഭിച്ചതെന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ ചോദിച്ചാൽ അത് 2015 ഓർത്തിരിക്കാം. അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഭാരത് മാത എന്ന വിഖ്യാത ചിത്രം വരച്ച ചിത്രകാരൻ ആരാന്നൊക്കെ ചോദിച്ചാൽ അത് അബനീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഓർത്തിരിക്കാം. നമ്മൾ പറഞ്ഞൊരു സ്റ്റീം നാവിഗേഷൻ കമ്പനി. അപ്പൊ സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. അപ്പോ സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ള. ഇദ്ദേഹത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അതും VO ചിദംബരം പിള്ളയാണ്. ഇനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് തൂത്തുക്കുടിയാണ്. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് അദ്ദേഹം ഈ കമ്പനി ആരംഭിച്ചതെന്നൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് VO ചിദംബരം പിള്ളയെ കുറിച്ച് പഠിക്കാനുള്ളത്. അതുപോലെ ഈ ചിദംബരം പിള്ളയുടെ കപ്പലുകൾ സർവീസ് നടത്തിയിരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തൂത്തുക്കുടിക്കും അതുപോലെ തന്നെ കൊളംബിയോയ്ക്കും ഇടയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് നേതാക്കന്മാരെയും കുറിച്ച് പഠിക്കണം. പക്ഷെ അത് നമ്മൾക്ക് നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഓൾറെഡി പഠിക്കും നമ്മൾ. നമ്മുടെ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അപ്പൊ അതിൽ നമ്മൾ പഠിക്കും ഓരോരുത്തരെ. അതുകൊണ്ട് അവരെ കുറിച്ച് ഇപ്പൊ പ്രത്യേകം പറഞ്ഞില്ല. നമ്മൾ പോയ പോയിന്റ്സ് തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ, അതുപോലെ തന്നെ നമ്മുടെ ബാലഗംഗാധര തിലക്, അരബിന്ദോ ഘോഷ്, ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കന്മാർ ഇതിനെതിരെ പ്രതിഷേധിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ PSC ചോദിച്ച് കണ്ടിട്ടുള്ള പ്രധാന ക്വസ്റ്റ്യൻസ്. പിന്നെ ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ പഞ്ചാബിൽ ആരാന്ന് ചോദിച്ചാൽ പഞ്ചാബിൽ ലാലാ ലജ്പത് റായ് ആണ് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്.
ഡൽഹിയിൽ ആരാണ് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ അത് സയ്യദ് ഹൈദർ റാസയാണ്. സയ്യദ് ഹൈദർ റാസ. പഞ്ചാബില് ലാലാ ലജ്പത് റായ്, ഡൽഹിയില് സയ്യദ് ഹൈദർ റാസയാണ്. മദ്രാസിൽ നമ്മൾ പറഞ്ഞു വി ഒ ചിദംബരം പിള്ളയാണ്. മഹാരാഷ്ട്രയിൽ ആരാന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവ്. ആന്ധ്രയില് ആരാന്ന് ചോദിച്ചാൽ ആന്ധ്രയിൽ ആരാണ്? ഹരി സർവോത്തമ റാവു ആണ് ആന്ധ്രയില് സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഓക്കെ, ആരൊക്കെയാണ്? ആന്ധ്രയില് ഹരി സർവോത്തമ റാവു. ദേശീയ കൈത്തറി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 7, 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ഓഗസ്റ്റ് 7 ആചരിക്കാൻ തീരുമാനിച്ച വർഷം 2015 മുതൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സ്വദേശി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഈ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഇത് പ്രസ്താവന മോഡലിലെ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കാലഗണനാ ക്രമത്തിലാക്കാനാവാം, അല്ലെങ്കിൽ പട്ടികപ്പെടുത്താനാവാം, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനാവാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു മേഖലയും കൂടിയാണ്. സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. എത്രയും പെട്ടെന്ന് നന്നായിട്ട് പഠിച്ചൊരു ലിസ്റ്റിൽ കയറുക. അതുപോലെ ക്ലാസ് ഒക്കെ നന്നായിട്ട് കേൾക്കാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.